അടിവം പോലെ ചവപ്പില്ല, കണക്കാൽ കൂടെ കറുപ്പില്ല, നീ തീണ്ടും ഇടം തെറ്റിക്കുമേ. സാറിന്റെ മുഖത്ത് എങ്ങനെ നോക്കും? കിച്ചു, സഞ്ജനയുടെ എത്ര നേരമായിട്ടും കണ്ടില്ലല്ലോ. ഈശ്വര, എന്നെ തിരക്കുന്നു. അവൾക്ക് വയറുവേദനയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. റൂമിൽ കാണും കേട്ടാ. ഓ ഭാഗ്യം, ഇനി ഇങ്ങോട്ട് വരില്ലായിരിക്കും സാർ. ഓ എന്തൊരു വയറുവേദന, ഒരു പെയിൻ കില്ലർ കഴിക്കാം. സഞ്ജന, അയ്യോ സാർ. പെയിൻ എങ്ങനെയുണ്ട്? കുറവുണ്ടോ? ഉണ്ട്. ഞാൻ ഡ്യൂട്ടിക്ക് പോവാം. ടേക്ക് കെയർ. സാർ എന്താ പോകാത്തെ? സാർ സാർ പോകുന്നില്ലേ? തനിക്ക് ഞാൻ അടുത്ത് വരുന്നത് ഇഷ്ടമല്ലേ? എന്താ സാർ അങ്ങനെ പറഞ്ഞേ? എനിക്കങ്ങനെ തോന്നി. എനിക്ക് ഇഷ്ടമാണ് സാർ. പക്ഷെ സാറിൻ്റെ അടുത്ത് വരുമ്പോൾ എൻ്റെ ഹാർട്ട് അതെൻ്റെ കയ്യിൽ നിന്ന് പോകുന്നു, ശ്വാസം മുട്ടുന്നു. അത് ഇഷ്ടമില്ലെങ്കിട്ടല്ല, ഇഷ്ടക്കൂടുതൽ കൊണ്ടാ. ശരിക്കും ലവ് യു സഞ്ജന. ലവ് യു സാർ. ഞാൻ പോയിട്ട് വരാം. ബൈ. ജയ്, ദാ ഫയൽ. കിച്ചു, എന്താ ജയ്? സഞ്ജുവിന്റെ ഹരിയുടെയും കാര്യം ഞാൻ വല്യേട്ടനോട് പറയാൻ പോവാ. എന്തായാലും സഞ്ജുവും ആ വിഷ്ണുവും ഡിവോഴ്സ് ആയ സ്ഥിതിക്ക് എത്രയും വേഗം വിവാഹം നടത്തണം. ശരിയാ ജയ്. കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ ഹരികൃഷ്ണൻ. ഇത് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ കൂടെ വിജയമാണ്. ആൻഡ് റാം പോലും കൈയൊഴിഞ്ഞ കേസ് വളരെ ഈസിയായി തെളിയിച്ചിരിക്കുന്നു. താനൊരു ബ്രില്യൻ്റ് ഓഫീസർ തന്നെ. താങ്ക് യു സർ. സർ, ഇത് അത്ര വലിയ കാര്യമൊന്നും അല്ല. ഇത് സില്ലി കേസായതുകൊണ്ടാണ് ഞാൻ വിട്ടത്. എല്ലാവരും ഞാനിത് നിഷ്പ്രയാസം തെളിയിച്ചേനെ. എടോ, അസൂയയ്ക്ക് മരുന്നില്ല. തൻ്റെ കയ്യിൽ ഈ കേസ് ഫയൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് 1 വർഷമെങ്കിലും ആയി കാണുമല്ലോ. എന്നിട്ട് താൻ എന്തോ കാണിച്ചു? അതുകൊണ്ട് താൻ കൂടുതൽ സംസാരിക്കണ്ട. അത് പിന്നെ നോ മോർ ആർഗ്യുമെന്റ്സ്. ഹരി, താൻ ചെല്ല. സർ. ഏട്ടാ, ഞാൻ വന്നത് ഹരിയുടെ മോളുടെ വിവാഹകാര്യം പറയാനാ. വിവാഹമോ? നിനക്കിത് എന്നോട് വന്ന് പറയാൻ എങ്ങനെ തോന്നിച്ചേ? നിനക്കറിയാമല്ലോ ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന്. ഒരിക്കലും ഞാനിത് സമ്മതിക്കില്ല ഏട്ടാ. നിന്റെയും ആ കൃഷ്ണേന്ദു അവളുടെ വിവാഹം പോലും ഞാൻ നടത്തി തരില്ലായിരുന്നു. പക്ഷെ എന്നെ ധിക്കരിച്ച ഹരി നിന്നെ കല്യാണം കഴിപ്പിക്കാൻ നോക്കിയപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഏട്ടാ. എനിക്കറിയായിരുന്നു ഏട്ടൻ മനസ്സോടല്ല ആ കല്യാണത്തിന് വന്നതെന്ന്. എങ്കിൽ നീ പോചേ, എനിക്ക് വേറെ ഒന്നും പറയാനില്ല ഏട്ടാ. പോകാൻ ഹരി, ഇതിപ്പോ എന്റെ കല്യാണത്തിന് വാശി പിടിച്ചതുപോലെ തന്നെ ഏട്ടൻ അടുക്കുന്നില്ല. ജയ്, ഏട്ടന്റെ സമ്മതം നോക്കി എന്നിട്ട് കാര്യമുണ്ടോ? ഏട്ടന്റെ സമ്മതത്തോടെ വേണം വിവാഹം എന്ന എന്റെ ആഗ്രഹം. സഞ്ജന, താനും കേട്ടതല്ലേ ജയ് പറഞ്ഞത്? എന്നാലും ഏട്ടനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ. വേണ്ട. ഒരു വട്ടം ജയിക്കും കിച്ചുവിനും വേണ്ടി താൻ പോയതല്ലേ, എന്നിട്ട് എന്തായി? ഇനിയും തന്നെ നാണം കെടുത്താൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വിട്ടില്ല സഞ്ജന. സഞ്ജു, നമുക്ക് ഏട്ടനെ ഇങ്ങോട്ട് വിളിക്കാം. എന്നിട്ട് മോൾക്ക് പറയാനുള്ളതെല്ലാം പറ പോരെ? എന്താ ജയ് വരാൻ പറഞ്ഞത്? ഏട്ടാ, നോ പറയരുത്. മോളുടെ ആഗ്രഹമായത്. പ്ലീസ് ഏട്ടാ, അവളുടെ കല്യാണം നടത്തി കൊടുക്കുക. ഇത് പറയാനാണോ ജയ് എന്നെ ഇവന്റെ വീട്ടിലോട്ട് നീ വിളിച്ചു വരുത്തിയത്? എന്റെ കൂക്കിന് ജീവനുണ്ടെങ്കിൽ എന്റെ മോളെ ഇവന് ഞാൻ കെട്ടിച്ചു കൊടുക്കില്ല. സിദ്ധാർത്ഥ്, താനൊരു കാര്യം ഓർക്കണം. തന്റെ പെങ്ങൾ ഇപ്പോൾ എന്റെ വീട്ടിലാ. അതുപോലെ അവളെ സ്വന്തമാക്കാനും എനിക്കറിയാം. പിന്നെ എന്റെ മാന്യതയ്ക്ക് മാത്രമാണ് തന്നോടൊക്കെ സമ്മതം ചോദിക്കുന്നത്. നമുക്ക് കാണാമടാ. ഏട്ടാ, എന്തിനാ ഇങ്ങനെ ശത്രുത വെക്കുന്നത്? ഇവൻ എനിക്ക് ശത്രു ആയതുകൊണ്ട് തന്നെ. ഏട്ടാ, എന്തിനായിട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് എന്റെ ഹരിസാറും വല്യേട്ടനും ഒരുപോലെ വേണ്ടപ്പെട്ടതാ. നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ പോരടിക്കാതെ. മോള് കരയാതെ. ഏട്ടന് സഹിക്കില്ല. ഏട്ടാ, ഈ സഞ്ജു ഏട്ടനോട് ഒരു കാര്യം ഇതുവരെയും ചോദിച്ചിട്ടില്ല, ചോദിക്കേണ്ടി വന്നിട്ടില്ല. അതിനു മുന്നേ എൻ്റെ മനസ്സറിഞ്ഞ് ഏട്ടൻ എനിക്കത് നടത്തി തരും. പക്ഷെ ഇപ്പൊ ഞാൻ ആദ്യമായിട്ടൊരു കാര്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ.
എനിക്ക് എൻ്റെ ഹരി സാറിനെ വേണം ഏട്ടാ. ഈ വിവാഹത്തിന് ഏട്ടാ സമ്മതിക്കണം പ്ലീസ് ഏട്ടാ. മോളെ അത് ഇവൻ പ്ലീസ് ഏട്ടാ, ഞാൻ ഏട്ടൻ്റെ കാല് പിടിക്കാം. അയ്യോ സഞ്ജന, അയ്യോ മോളെ, എൻ്റെ മോൾ എന്താ ഈ കാണിക്കുന്നത്? എൻ്റെ മോൾ ഇങ്ങനെയൊന്നും ചിന്തിക്കാതെ. ശരി, എൻ്റെ മോളുടെ സന്തോഷത്തിന് വേണ്ടി ഇതിന് ഞാൻ സമ്മതിക്കാം. സത്യമാണ് ഏട്ടാ. അതെ മോളെ. സാർ കേട്ടില്ലേ ഏട്ടൻ പറഞ്ഞത്? ചേട്ടാ കേട്ടില്ലേ ഏട്ടൻ പറഞ്ഞത്? കൃഷ്ണേന്ദു ഏട്ടൻ വിവാഹത്തിന് സമ്മതിച്ചുള്ളൂ. താങ്ക് യു സോ മച്ച് ഏട്ടാ. ജയ്, എത്രയും വേഗം മോളുടെ വിവാഹം നടത്തണം, ഇനി താമസിക്കണ്ട. ശരി ഏട്ടാ, എന്നാ ശരി, ഞാൻ ഇറങ്ങുക. നാളെ കല്യാണത്തിന്റെ ഡേറ്റ് കുറിക്കാം. എന്തേലും പ്ലാൻ ഇല്ലാതെ സിദ്ധാർത്ഥ് ഇങ്ങനെ പറയില്ലല്ലോ. അവനെന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. മേലെ മാളികയിൽ നിന്നും രഥമേറി വന്ന മണിമാരൻ, മണവാട്ടിയായ വരമഞ്ജുളാംഗിയുടെ സ്വന്തമായ നിമിഷം. മേലെ മാളികയിൽ നിന്നും രഥമേറി വന്ന മണിമാരൻ, മണവാട്ടിയായ വരമഞ്ജുളാംഗിയുടെ സ്വന്തമായ നിമിഷം. വരവേൽക്കൂ മൈനെ, നിറമംഗളമരുളൂ കോകിലമേ. വരവേൽക്കൂ മൈനെ, നിറമംഗളമരുളൂ കോകിലമേ. ദുരഭിലമായൊരു മണിയറമെനയു മധുവന മാനസമേ. അച്ഛാ, അമ്മേ, നാളെ എൻ്റെ വിവാഹമാണ്. ഞാൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന എൻ്റെ ഹരി സാർ ആയിട്ട് രണ്ടാളുടെ അനുഗ്രഹം ഞങ്ങൾക്കുണ്ടാകണം കേട്ടോ. എൻ്റെ മോളുടെ വിഷമങ്ങൾക്കൊക്കെ അവസാനമായി. അവളുടെ ഹരി അവൾക്ക് സ്വന്തമായി. എനിക്ക് സന്തോഷമായി. കുറച്ചും കൂടി സന്തോഷിക്കാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. എന്ത്? പറ. അത് മിസ്റ്റർ സഞ്ജയ് മഹാദേവ് ഒരു കുഞ്ഞു വാവയുടെ അച്ഛനാകാൻ പോകുന്നു. എന്താ? അതേന്ന്, ഈ കൃഷ്ണേന്ദു ഒരമ്മയും സഞ്ജയ് ഒരു അച്ഛനാകാൻ പോകുന്നു. ഓ മൈ ഗോഡ്, എനിക്ക് ഇത് ലവ് യു കിച്ചു. അച്ഛേ വീട്, ആരെങ്കിലും കാണും വീട്. ഞാനിത് എല്ലാരോടും പറയട്ടെ. ഹരി, എന്താ ചെയ്? നീ എന്താ അണയ്ക്കുന്നേ? എന്ത് പറ്റി? അത് കിച്ചു പ്രഗ്നന്റ് ആണെന്ന്. ആണോ മോളെ? അതെ ഏട്ടാ, ഇന്ന് ഞാൻ ചെക്ക് ചെയ്തിരുന്നു. മോളെ, ഞാൻ സഞ്ജനയോടും പറയട്ടെ? അവളെവിടെ? അവൾ ഡ്രസ്സ് മാറ്റാൻ പോയതല്ലേ, ഡ്രസ്സിംഗ് റൂമിൽ കാണും. വിഷ്ണുവേട്ടാ, വീടന്നെ. വാടിയുടെ വിഷ്ണുവേട്ടാ, എങ്ങോട്ടാ എന്നെ കൊണ്ടുപോകുന്നു? വീടന്നെ. നീ എന്റെയാ, എന്നോടൊപ്പം അല്ലാതെ വേറെ ആരുടെയും കൂടെ നീ ജീവിക്കണ്ട. എന്താ വിഷ്ണുവേട്ടാ പറയുന്നേ? നിങ്ങളുടെ കൂടെ ഞാൻ ജീവിച്ചതല്ലേ, എന്നിട്ട് നിങ്ങൾ എന്നോട് എന്താ ചെയ്തേ? നീ അവനെ നെഞ്ചിക്കൊണ്ട് നടന്ന ഞാൻ പിന്നെ എന്താടി ചെയ്യണ്ടേ? നിങ്ങളോട് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലായിരുന്നു. എന്റെ ഏട്ടനെ പോലെ അങ്ങനെയുള്ള എന്നെ എന്റെ ഇഷ്ടം പോലെ നോക്കാതെ എന്തിനാ നിങ്ങൾ വിവാഹം ചെയ്തേ? എനിക്ക് നിന്നെ വേണമായിരുന്നു, അതുകൊണ്ട്. ഒരാളെ സ്നേഹിക്കുന്നത് ഇങ്ങനാണോ? എന്തായാലും ശരി, ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. ഞാനിപ്പോ ഹരി സാറിന്റെ ഭാര്യയാ. അതുകൊണ്ടാടി ഇന്ന് തന്നെ നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. മറ്റൊരാളുടെ ഭാര്യയായി ജീവിക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. വാ നീ.
വിഷ്ണുവേട്ട വീട് വീടന്നെ. ഒരുമിച്ച് ജീവിക്കാനല്ലേ സാധിക്കാത്തതുള്ളൂ. ഒന്നിച്ച് മരിക്കാൻ ആരുടെയും സമ്മതം വേണ്ടല്ലോ. ഒന്നിച്ച് മരിക്കാൻ നമുക്ക്. വാ. വിഷ്ണുവേട്ട എന്താ പറയുന്നേ? വാ വാ, നീ നമുക്ക് മരിക്കാം. വിഷ്ണുവേട്ട വീട് വണ്ടി വരുന്നു. വാ സഞ്ജന, വാ. മരണത്തിനെങ്കിലും എനിക്ക് നിന്നെ കിട്ടുമല്ലോ. വാ. വിഷ്ണുവേട്ട വീട് വീട് വിഷ്ണുവേട്ട അയ്യോ വണ്ടി. വിഷ്ണുവേട്ട വീട് വേണ്ട. വാ വാടി. മാറ്. വിഷ്ണുവേട്ട അയ്യോ അയ്യോ കണ്ണു തുറക്ക് വിഷ്ണുവേട്ട. വിഷ്ണുവേട്ട വിഷ്ണുവേട്ട പ്ലീസ് കണ്ണു തുറക്ക്. അയ്യോ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ? ജി അവിടെ ഞാൻ കാണുന്നില്ലല്ലോ. ഡോ ഇങ്ങോട്ട് വാടോ. ആ ഹരിയെ തട്ടിക്കൊണ്ട് പോകാൻ പറഞ്ഞിട്ട് എന്റെ മോളെയാണോ കൊണ്ടുപോയത്? അത് സർ ഞങ്ങൾ പോയില്ലല്ലോ അതിന്. അപ്പോ അപ്പോ അത് ആര്? യോ എന്റെ മോളെവിടെ ചെയ്? അറിയില്ല ഏട്ടാ. ഹലോ സർ ഞാനാ. സഞ്ജന, താനെവിടാ? അത് വിഷ്ണുവേട്ടൻ. വിഷ്ണു എന്താ? ഒന്ന് വാ സർ. വിഷ്ണുവേട്ടൻ ആക്സിഡന്റ് ആയി. എനിക്ക് ആകെ പേടിയാകുന്നു. താൻ പേടിക്കണ്ട, ഞാൻ വരുവാ. ഏത് ഹോസ്പിറ്റലാ? CMS ഹോസ്പിറ്റൽ. എന്റെ ദൈവമേ, ഹോസ്പിറ്റലോ? എന്താ എന്റെ മോൾക്ക്? ജയ്, വിഷ്ണു ഹോസ്പിറ്റലാ. വിഷ്ണു എന്താ ഉണ്ടായേ? അത് അവിടെ ചെന്നാലേ അറിയൂ. നീ വാ. സഞ്ജന, സർ വിഷ്ണുവേട്ടൻ. ബി പോസിറ്റീവ് ബ്ലഡ് വേണം ഉടനെ. ഡോക്ടർ വിഷ്ണു എങ്ങനുണ്ട്? ഒന്നും പറയാറായിട്ടില്ല. അയ്യോ മോളെ സഞ്ജു, എന്താ മോളെ ഉണ്ടായേ? അത് ഞാൻ കാരണം ഇത്. ഇല്ല മോളെ, ഇല്ല. അവന്റെ വിധിയാ അത്, മോള് കാരണമല്ല. വിഷ്ണുവർദ്ധന്റെ ആളുകളാണോ? അതെ ഡോക്ടർ. വിഷ്ണുവിനിപ്പോ എങ്ങനുണ്ട്? പേടിക്കാനുള്ളതൊക്കെ കഴിഞ്ഞു. ബോധം വന്നിട്ടില്ല. ഹെഡിനാണ് ഇഞ്ചറി. കൂടുതൽ കാര്യങ്ങൾ വിഷ്ണു ഉണർന്നാലേ പറയാൻ പറ്റും. അയ്യോ എന്റെ മോന് എന്ത് പറ്റി? എന്റെ മോൻ എന്ത് പറ്റി? അത് പേടിക്കാനൊന്നുമില്ല അമ്മായി. അമ്മായി സമാധാനിക്ക്. ഹരി, താനിങ്ങി വന്നേ. ടൈം ഇത്രയായില്ലേ? വിഷ്ണുവിന് എന്തായാലും ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. താനും സഞ്ജനയും വീട്ടിൽ പോ. ഇന്ന് നിങ്ങളുടെ വിവാഹ ദിവസമല്ലേ? സഞ്ജന, താൻ വീട്ടിലോട്ട് പോ. ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ വിഷ്ണുവിന് ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞേ? താൻ ചെല്ല്. ഇന്ന് നിങ്ങളുടെ വിവാഹ നാൾ കൂടല്ലേ? താനിപ്പോ ഏട്ടന്റെ കൂടെയാ വേണ്ടത്. ഇല്ല, ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ തന്നെ ഒത്തിരി ലേറ്റ് ആയി. ചെല്ല്. ഈ ഒരു രാത്രി താൻ ആര്യേട്ടന്റെ കൂടെ ഉണ്ടാവേണ്ടത്. ചെല്ല്. ഇല്ല, ഞാൻ പോകില്ല. വിഷ്ണുവേട്ടൻ ഇങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കുമ്പോ. ഏട്ടാ. സഞ്ജന, താൻ വാ. ഞാൻ കാരണമാ സാർ. എനിക്ക് പറ്റില്ല സാർ. പ്ലീസ്, എനിക്ക് വയ്യ. ഓക്കെ, താൻ കരയാതെ. വേണ്ട, ഇവിടെ തന്നെ നിൽക്കാം. ഹരി, അത് ജയ് വേണ്ട. സഞ്ജന ഇപ്പൊ ആകെ തകർന്നിരിക്കും. അവളെ വെറുതെ നിർബന്ധിക്കണ്ട. കിച്ചു, താനിപ്പോ റെസ്റ്റ് എടുക്കേണ്ട ടൈമാ. താൻ പൊക്കോ വീട്ടിൽ. ഹോസ്പിറ്റലിൽ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് ജയ്, സഞ്ജന അവളെ ഞങ്ങൾ നോക്കിക്കോളാം. താൻ പൊക്കോ, ചെല്ല്. മോളെ, ജയ് പറഞ്ഞതാ ശരി. വാ, നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. മോള് റെസ്റ്റ് എടുക്ക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഏട്ടാ. എന്താ കിച്ചു?
ഏട്ടന് വിഷമം എന്തെങ്കിലും ഉണ്ടോ? എന്തിന്? സഞ്ജന അവളിപ്പോ ഏട്ടന്റെ കൂടെ ആയിരിക്കേണ്ട ടൈമാ ഇങ്ങനെയായി പോയത്. അവൾ, എനിക്കറിയാം ഏട്ടനും അത് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്ന്. നീ പറഞ്ഞത് ശരിയാ. ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ നിമിഷങ്ങളിൽ അവളോടൊപ്പമായിരിക്കാൻ. പക്ഷെ സിറ്റുവേഷൻ ഇങ്ങനെ ആയി പോയില്ലേ. എല്ലാം നേരിട്ട് കണ്ട സഞ്ജനയുടെ മനസ്സ് അവളിപ്പോ വല്ലാത്ത സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയിരിക്കുന്നത്. വിഷ്ണുവിന് ഭേദാകുന്നത് വരെ അത് അവളെ അലട്ടിക്കൊണ്ടിരിക്കും. സഞ്ജന, വിഷ്ണുവിന് ബോധം വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് സ്ട്രെയിൻ ചെയ്യിക്കരുത്, സംസാരിപ്പിക്കരുത്. കുറച്ച് മന്ത്സ് കൂടെ കഴിഞ്ഞാലേ എല്ലാം ക്ലിയർ ആകും. പിന്നെ ഒരു പ്രധാന കാര്യം, വിഷ്ണുവിന് കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്. അയ്യോ അയ്യോ എന്റെ മോന്. പേടിക്കണ്ട, ടെമ്പററി വിഷൻ ലോസ് ആണ്. ഒരു 2-3 മാസം കഴിഞ്ഞ് അത് റിക്കവർ ആകും. ഐസിന്റെ ടിഷ്യൂസിലുള്ള ഇൻഫ്ലമേഷൻ കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പേടിക്കാനൊന്നുമില്ല. ഓക്കെ, നിനക്ക് സമാധാനമായോടി എന്റെ മോനെ കൊല്ലാക്കൊല ചെയ്തിട്ട്? എന്താ അമ്മായി ഇത്? മോളല്ല കാരണം ഇതിനൊന്നും. നിങ്ങളുടെ മോൻ തന്നെ. അമ്മായി, നിങ്ങളുടെ മോൻ എൻ്റെ മോളോടുള്ള അതിയായ പ്രേമം കാരണം ഓരോന്ന് കാട്ടിക്കൂട്ടിട്ട് എൻ്റെ കുഞ്ഞിനെ കുറ്റപ്പെടുത്തിയാലുണ്ടല്ലോ. ഏട്ടാ വേണ്ട, അവർ സങ്കടം കൊണ്ട് പറയുന്നതായിരിക്കും. മോളിങ്ങനെ ഇവിടെ ഇരിക്കാതെ വീട്ടിൽ പോയി ഒന്ന് ഫ്രഷ് ആകുക. മോളിപ്പോ ആകെ ടയേർഡാ. വാ വീട്ടിൽ പോകാം. നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് ഇങ്ങോട്ട് തന്നെ വരാം, പോരെ? ഏട്ടാ അത് വേണ്ട, ഹരി പോരും. അവൻ കൊണ്ടുപോയിക്കോളും സഞ്ജുവിനെ. അവനിനി എപ്പോ വരാനാ? തൽക്കാലം സഞ്ജു മോള് നമ്മുടെ വീട്ടിലോട്ട് വരട്ടെ. ഒന്ന് ഫ്രഷ് ആകുന്നല്ലേ ഉള്ളൂ. എന്റെ മോളെ ഞാൻ പിടിച്ചു വെക്കത്തൊന്നുമില്ല. വാ മോളെ. ജയ്, സഞ്ജനയുടെ അവളെ വലിയേട്ടൻ കൂട്ടിക്കൊണ്ടുപോയി. ഹരി കൂട്ടിക്കൊണ്ടുപോയിന്നു. എന്തിന്? അത് അവൾ ഇന്നലെ രാവിലെ മുതൽ ആ ഒരു വേഷത്തിൽ നിപ്പല്ലേ. ഒന്ന് ഫ്രഷ് ആകാൻ അവരിപ്പം വരും. ഹരി അത് ഇപ്പം വരും സഞ്ജു. കിച്ചുവിന് കുഴപ്പമൊന്നുമില്ലല്ലോ ഹരി? ഇല്ല. നിങ്ങളെല്ലാരും ഇവിടെ നിൽക്കണം എന്നില്ല. വിഷ്ണുവിനെ ഉടനെ റൂമിൽ മാറ്റും. സഞ്ജന താൻ വാ, വീട്ടിലോട്ട് പോകാം. വരാൻ. വിഷ്ണുവിനെ റൂമിലേക്ക് മാറ്റുമെന്നല്ലേ പറഞ്ഞത്? ഇവിടെ അവന്റെ അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടല്ലോ. താൻ വാ, താൻ നല്ല ടയേർഡാ. വാ സഞ്ജന. മോളെ, ഇപ്പൊ വിഷ്ണുവിനെ റൂമിലോട്ട് മാറ്റുമെന്നാ പറഞ്ഞത്. സഞ്ജന താൻ വാ. വരാൻ. ഏട്ടൻ വന്നോ? ആ വിഷ്ണുവിന് എങ്ങനെയുണ്ട്? റൂമിലോട്ട് മാറ്റും വൈകാതെ. ഈസ് ഓക്കേ നോ. മോള് റൂമിൽ പോയിന്ന് കിടക്കച്ചില്ല. കിച്ചു, നിനക്ക് വോമിറ്റിംഗ് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് ഏട്ടാ. ഡോക്ടർ മെഡിസിൻ തന്നിട്ടുണ്ട്. ശരി. സർ. പറ സഞ്ജന. സർ സോറി, ഇന്നലെ ഞാൻ സാറിന്റെ കൂടെ ആയിരിക്കേണ്ട ദിവസം എനിക്കതിന് സാധിച്ചില്ല. സോറി സർ. തന്റെ പ്രോബ്ലം കൊണ്ടല്ലല്ലോ സഞ്ജന, സിറ്റുവേഷൻ അങ്ങനെ ആയി പോയില്ലേ. ഞാനൊന്ന് ഫ്രഷ് ആയി വരാം. പാവ സഞ്ജന, അവൾക്ക് ഒരുപാട് വിഷമമുണ്ട് ആ വിഷ്ണുവിന് അങ്ങനെ ആയതിന്. അവൾ കാരണം അവൻ ഇങ്ങനെ ആയെന്നാ അവൾ ചിന്തിക്കുന്നത്. എന്റെ മോളുടെ വിഷമങ്ങളൊക്കെ മാറിയെന്നോർത്ത് സമാധാനിച്ചിരുന്നപ്പോ അടുത്ത ദുരന്തം. അവൾ ഒരുപാട് സഹിക്കുന്നുണ്ട് ഈ ചെറിയ പ്രായത്തിൽ. അതെ ജയ്. അതൊക്കെ വിട്. ഇപ്പൊ എന്റെ കുഞ്ഞ് എന്ത് പറയുന്നു? കുഞ്ഞിന് കൊടുക്കുന്നതൊന്നും വേണ്ടാന്ന്. എല്ലാം ഈ അമ്മയെ കൊണ്ട് വൊമിറ്റ് ചെയ്യിപ്പിച്ച് കളയുക. എന്ത് ചെയ്യാനാ? ഇതുവല്ല ഈ അച്ഛൻ അറിയണോ? പിന്നെ ആർക്കാ അറിയണ്ടേ? സാർ ഫ്രഷ് ആയോ? എന്റെ പെണ്ണ്, എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നവൾ, എന്റെ പെണ്ണിന്റെ കൂടെ ഒരുമിച്ച് ഒരു മുറിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാ. എന്താ സാർ? I love you, Sanjana.
സർ വേണ്ട, പ്ലീസ്. എന്താ സഞ്ജന, എന്തു പറ്റി? അൺകംഫർട്ടബിൾ ആയി തോന്നിയോ തനിക്ക്? അല്ല അല്ല സർ, എന്റെ സാർ എൻ്റെ അടുത്ത് വരുന്നത് എനിക്കിഷ്ടാ, എന്നെ തൊടുന്നത് ഇഷ്ടമാ. പക്ഷെ ഇന്ന് എനിക്കത് വേണ്ട സാർ. മനസ്സിൽ ഇപ്പോഴും വിഷ്ണുവേട്ടൻ്റെ രൂപമോ, എനിക്കത് മറക്കാൻ പറ്റുന്നില്ല. ചോരയിൽ കുളിച്ച ആ മുഖം, രക്തം കലർന്ന കലങ്ങിയ കണ്ണുകൾ, എനിക്ക് മറക്കാൻ പറ്റുന്നില്ല സാർ. സഞ്ജന, താൻ റിലാക്സ് ആകുക. ഇപ്പൊ അവന് കുഴപ്പമൊന്നുമില്ലല്ലോ. താൻ അതോർത്ത് വിഷമിക്കാതെ. സാർ, എനിക്കിതിന് പ്രായച്ചിത്തം ചെയ്യാതെ എൻ്റെ മനസ്സിലെ മനസ്താപം മാറില്ല. താനെന്താ പറഞ്ഞു വരുന്നേ? അത് ഞാൻ വിഷ്ണുവേട്ടനെ പരിചരിക്കാൻ തീരുമാനിച്ചു. ഞാൻ കാരണം ആരോഗ്യം നഷ്ടപ്പെട്ടു. വിഷ്ണുവേട്ടനെ എനിക്ക് തിരിച്ച് പഴയ പോലെ ആക്കണം. സാർ എന്നോട് നോ പറയരുത്. സഞ്ജന, താൻ പറയുന്നത് കൂട്ട് താൻ കാരണമല്ല. പിന്നെ തനിക്ക് മനസ്സിന് സമാധാനം ഇല്ലെങ്കിൽ താൻ പറയുന്നത് പോലെ ആകട്ടെ. താങ്ക് യു സോ മച്ച് സാർ. മറ്റുള്ളവരെന്ത് പറഞ്ഞാലും വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് എൻ്റെ സാറിൻ്റെ സമ്മതം മാത്രം മതി. താൻ വിഷമിക്കേണ്ട, തൻ്റെ കൂടെ ഞാനുണ്ട്. താനിപ്പോ കിടന്നുറങ്ങും, റിലാക്സ് ആയിട്ട്. ഓക്കെ, ലവ് യു സാർ. ഗുഡ് നൈറ്റ്. സഞ്ജന, ഇരിക്കെ. ഇല്ല കൃഷ്ണേന്ദു, താൻ ഇരിക്കെ, ഞാൻ വിളമ്പാം. ഏയ്, താൻ ഇരിക്കെ സഞ്ജന. കൃഷ്ണേന്ദു, താനിപ്പോൾ ഒരാളല്ല, തൻ്റെ ഉള്ളിൽ ഒരു ജീവൻ കൂടെ ഉണ്ട്. അതുകൊണ്ട് ടൈമിന് ആഹാരം കഴിക്കണം. താൻ ഇരിക്കും, ഞാൻ വിളമ്പാം. ശരി, താൻ വിളമ്പ. പിന്നെ വിഷ്ണുവേട്ടനെ നോക്കാൻ അമ്മായിയുടെ കൂടെ ഞാനും പോവാന്ന് തീരുമാനിച്ചു. അമ്മായിയെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ലല്ലോ, അതാ. നീ എന്താ ഈ പറയുന്ന മോളെ? ഏട്ടാ, എന്റെ മനസ്സിന് ഇച്ചിരിയെങ്കിലും സമാധാനം കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്തേ പറ്റൂ. അവൻ നിന്നെ ദ്രോഹിച്ചതൊക്കെ നീ മറന്നുപോയോ? അതിന് കിട്ടിയ ശിക്ഷയാവനിത്. അങ്ങനെയൊന്നും പറയില്ലേ കൃഷ്ണേന്ദു. നീ ഇപ്പൊ ചെയ്യുന്നത് മണ്ടത്തരമാ സഞ്ജന. കിച്ചു, സഞ്ജനയ്ക്ക് അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ അവൾ അങ്ങനെ ചെയ്യട്ടെ. അവനിപ്പോ ആരോഗ്യം നഷ്ടപ്പെട്ട് കിടക്കുന്ന ആളല്ലേ. അവനോട് പ്രതികാരം വെച്ച് നടന്നിട്ട് എന്തിനാ? ഏട്ടാ, മതി കിച്ചു, നീ വല്ലതും കഴിച്ചിട്ട് പോയി റെസ്റ്റ് എടുക്ക. ഞാൻ വിഷ്ണുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇവിടെയാകുമ്പോ അവനെ നോക്കാൻ എളുപ്പമാണല്ലോ എന്ന് ഓർത്ത. സൗകര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. നന്നായി മോനെ. പിന്നെ മോളെ സഞ്ജന, അമ്മായി അപ്പോഴത്തെ സങ്കടത്തിന് പറഞ്ഞു പോയതാ. പിന്നെ ഇപ്പൊ മോള് ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. മോൾക്ക് നല്ലതേ വരും. സഞ്ജന, ഞാൻ പോവാം. സാർ, താൻ ടെൻഷൻ ആകണ്ട. എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല. താൻ റിലാക്സ് ആയിരിക്കും. എന്ത് വന്നാലും നീ എൻ്റെ പെണ്ണ, എൻ്റെ ഭാര്യ.